തസ്തവിൽ ഹസന വല സയ്യിഅ. വിശുദ്ധ ഖുർആൻ പറയാൻ evil and goodness, evil and good can't be രണ്ടും ഒരുപോലെയല്ല, can't be equal, ഒരിക്കലും ഒരുപോലെയല്ല. നന്മയും തിന്മയും ഒരുപോലെയല്ലല്ലോ. നന്മയും തിന്മയും എങ്ങനെ ഒരുപോലെയാവുക? നന്മ നന്മയാണ്, തിന്മ തിന്മയാണ്. അത് ആര് ചെയ്താലും തിന്മ തിന്മയാണ്. നന്മ നന്മയാണ്, അത് ആര് ചെയ്താലും നന്മ നന്മയാണ്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. അതുകൊണ്ട് റിപ്പൽ ദ ബാഡ് വിത്ത് ഗുഡ്നെസ്, വിത്ത് ഗുഡ്. നല്ലതുകൊണ്ടാണ് തിന്മയെ നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. And those with whom you have enmity, you could see them as bosom friends. നിങ്ങളും ആരും തമ്മിലാണോ ശത്രുതയുള്ളത്, അവർക്ക് നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളായി മാറുന്നത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2000-ലേറെ സ്വഹാബികളുമായി പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി കടന്നു പോകുന്ന യാത്രയാണ് ഹുദൈബിയ. ഹുദൈബിയ ഒരു സ്ഥലത്തിന്റെ പേരാണ്. മക്കയോടടുത്ത് ഒരു 5-6 കിലോമീറ്റർ ദൂരമെന്ന് തോന്നുന്നു ഏകദേശം. അവിടെയാണ് ഹുദൈബിയ. ഇന്ന് അവിടെ പോകാൻ കഴിയും, അവിടെ ഇഹ്റാം ചെയ്യാൻ പറ്റും. അവിടെ മീഖാത്തുണ്ട് ഹുദൈബിയ. അവിടെ പള്ളിയുണ്ട്. നിബിതങ്ങളുടെ ആ ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇടമാണിത് ഹുദൈബിയ. അവിടെ നിബിതങ്ങൾ എത്തി നിൽക്കുകയാണ്. സ്വഹാബിമാർ ആയുധങ്ങളല്ല അവരുടെ ബലം, ഈമാനാണ്. നിങ്ങളുടെ മനസ്സിൽ വിശ്വാസമുണ്ടോ, നിങ്ങൾക്ക് അല്ലാഹു വിജയം തരും. നമ്മളോട് പറഞ്ഞ ഒരു അള്ളാഹുവിന്റെ ഒരു മറുപടിയാണത്. നിങ്ങൾക്ക് വിജയം വേണോ, ഖൽബിൽ ഈമാൻ ഉണ്ടായാൽ മതി എന്നാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. സ്വഹാബിമാരും നിബിതങ്ങളും ഉംറ ചെയ്യാൻ വേണ്ടി വരുന്നു. മുത്തുനിബിതങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്വപ്ന ദർശനം, നബിയെ നിങ്ങൾ പരിശുദ്ധമായ കഅബാലയം വലയം വെക്കുന്നതും തവാഫ് ചെയ്യുന്നതും തല മുണ്ഡനം ചെയ്യുന്നതും ഇത് നിബിതങ്ങൾ സ്വപ്നം കാണുന്നു. പക്ഷേ അത് ആ വർഷം നടക്കണമെന്ന് തങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അതല്ല. എന്തൊക്കെ സംഭവിച്ചു അവിടെ? അധികാരം നബി തങ്ങളുടെ കൈകളിലുള്ള ഒരു കാലഘട്ടമാണത്. ഹുദൈബിയയിലേക്ക് വരുന്നല്ലോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2000-ലേറെ സ്വഹാബിമാർ. അവരാരുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. പോരെ, പിന്നെ എന്തിനാ വേറെ ആള്? ഉമർ തങ്ങളെ കൂട്ടത്തിലുണ്ട്. ഉമർ ബി അൽഫിൻ, 1000 ആളുകൾക്ക് പകരം ഉമർ റളിയല്ലാഹു അൻഹു മതി എന്നാണ് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ 4 പേർ, 1000-ന് പകരം നിൽക്കാൻ പറ്റുന്ന 4 പേർ, അവർ 4000-ന് തുല്യരാണെന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ അവിടുത്തെ സ്വഹാബിൽ നിന്ന് ഉമർ തങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ വില എങ്ങനെയാണ്? 1:1000. ഒരാൾ 1000-ന് പകരം നിൽക്കാൻ പറ്റുന്നവർ. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ ആ യാത്രയിൽ. മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തുകയാണ്. ഫുജൈറിൽ നിന്ന് ദുബൈക്ക് എത്തല്ല, മക്കയിലേക്ക് എത്തുന്നത് ഈ കല്ലുള്ള റോട്ടിലൂടെയാണ്. റോഡല്ല, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം. അവിടുന്ന് തിരിച്ചു പോകാൻ പറയാണ്. നമ്മൾ ഇവിടുന്ന് ഷാർജ എയർപോർട്ടിൽ പോയിട്ടോ ദുബൈ എയർപോർട്ടിൽ പോയിട്ടോ ഇന്ന് ഫ്ലൈറ്റ് ഇല്ലട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കയർത്ത് സംസാരിക്കും എയർലൈൻസിന്റെ ആൾക്കാരോട്, അല്ലേ? അല്ലെങ്കിൽ ഓവർ ബുക്ക്ഡ് ആണെന്നൊക്കെ പറയില്ലേ? ചിലപ്പോൾ സീസണിൽ എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കും. നമ്മൾ സഹിക്കാൻ പറ്റുമോ? പറയില്ല, ഞാൻ എപ്പോ പോകുന്നത് എന്റെ വീട്ടിൽ നിന്നറിയോ? എന്റെ ലഗേജ്, എന്റെ കുട്ടികള്, എന്റെ യാത്ര 2 മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം, അല്ലേ? മുത്തുനബിതങ്ങൾ സ്വഹാബിമാരും കടന്നു വന്ന ഒരു യാത്രയെ നമ്മൾ അനുകരിക്കുക. നമ്മൾ ഓർത്തു നോക്കൂ. മദീനയിലേക്ക് വന്ന കാലഘട്ടമാണത്. അവര് മദീനയിലാണ്. മദീനക്കാർ ഹബീബിനെ കൈകൊടുത്ത് സ്വീകരിച്ചവരാണ്. നബിയെ, അങ്ങ് മദീനത്തേക്ക് വരണം. മദീനത്തുക യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ മദീനയാണ് നബിയെ. Come to our city, your city. ഇത് നിങ്ങളുടെ മദീനയാണ്. കടന്നു വരൂ നബി. അഖബയിൽ നബിതങ്ങൾ വന്ന് സ്വീകരിച്ചത് അങ്ങനെയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, 2 സഅദുമാർ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് എന്നവരും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, 2 പേരും. വരൂ നബി, ഇത് അങ്ങയുടെ നാടാണ്. അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ കൂടെയുണ്ട്, അതല്ലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് തീരുമാനമെടുക്കേണ്ടി വന്നു. നമ്മൾ തിരിച്ചു പോകാം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അങ്ങ് അല്ലാഹു തആല സ്വപ്നം കാണിച്ചുവെന്ന് പറഞ്ഞില്ലയോ? അല്ലാഹു അങ്ങയോട് ഈ വർഷം ഉംറ ചെയ്യണമെന്ന് പറഞ്ഞില്ലയോ? തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഉംറ ചെയ്യണമെന്ന് പറഞ്ഞു. ഉമറേ, അത് ഈ കൊല്ലമാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാഹു ഉംറ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഈ വർഷമാണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ തിരിച്ചു പോവാൻ. വേണ്ട നബിയെ, തിരിച്ചു പോവണ്ട, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്താലോ? we will fight them back. വേണ്ട, അവർക്ക് സ്വഹാബികൾക്ക് അത് ചെയ്യാൻ പറ്റും. كم من فئة قليلة غلبت فئة كثيرة بإذن الله. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ എത്ര ചെറു സംഘമാണ് വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയത്. അല്ലാഹുവിന് അത് ചെയ്യാൻ കഴിയും.
മുത്തുനബി ഞങ്ങൾ പറഞ്ഞു, വേണ്ട, ഒരു രക്തച്ചൊരിച്ചിൽ വേണ്ട, തിരിച്ചു പോകാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഇന്ന് ഇവിടുത്തെ ഖുതുബയിലൊക്കെ ഉമ്മു സലമയുടെ ചരിത്രമല്ലേ ഉണ്ടായത് അല്ലേ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വലിയ അത്ഭുതമുള്ള ചരിത്രമാണത്. ഹബീബിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ഹബീബിന്റെ കൂടെ യാത്രയിലുള്ളത്. നബി തങ്ങൾ പറഞ്ഞു, ഹലക്കന്നാസ് ഉമ്മു സലമ, ജനങ്ങൾക്ക് നഷ്ടം സംഭവിക്കും ഉമ്മു സലമ, ജനങ്ങൾക്ക് നഷ്ടമാണ്. എന്തു പറ്റി നബിയെ? ഞാൻ പറഞ്ഞത് അവർ കേൾക്കുന്നില്ല ഉമ്മു സലമ. ഞാൻ പറഞ്ഞു തിരിച്ചു പോകാം മദീനയിലേക്ക്, അവർ കൂട്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞവർ കേൾക്കാതിരുന്നാൽ അവർക്ക് നഷ്ടം സംഭവിക്കില്ലേ, അവർക്ക് നാശം സംഭവിക്കില്ലേ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കാനത്ത് ഫത്വിന, നല്ല ബുദ്ധിയുള്ള, വളരെ ബുദ്ധികൂർമ്മതയുള്ള മഹദിയായിരുന്നു. തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ ഉമ്മു സലമ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തങ്ങൾ അഭിപ്രായം ആരായുകയാണ് പ്രിയപ്പെട്ട ഭാര്യയോട്. തങ്ങൾ നേതാവാണ് ഇവിടെ, ഒരു ഉത്തരവ് കൊടുത്താൽ സാധ്യമാണ്. പക്ഷെ തങ്ങളുടെ രീതി അങ്ങനെയല്ല. തങ്ങൾ അങ്ങനെ ഒരു വലിയൊരു കമാൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവ നബി തങ്ങൾ ഇല്ലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ പലയിടങ്ങളിലും തങ്ങൾ സ്വഹാബത്തിന്റെ അഭിപ്രായം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. അപ്പോ ഉമ്മു സലമ ബീവി പറഞ്ഞു, നബിയെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങയുടെ കൂടെയുള്ള ബാർബറെ വിളിക്കുക, അങ്ങ് തലമുണ്ഡനം ചെയ്ത് അങ്ങ് കൊണ്ടുവന്ന മക്കയിലേക്ക് കൊണ്ടുവന്ന ഹദിയ അവിടുന്ന് ബലിയർപ്പണം ചെയ്ത് അങ്ങ് തുടങ്ങിയാൽ ൊക്കെ ബാക്കിൽ വരും, അങ്ങ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുണ്ഡനം ചെയ്തു. തങ്ങളുടെ ബദനത്ത്, തങ്ങൾ കൊണ്ടുവന്ന ഒട്ടകത്തെ അവിടെ ബലിയർപ്പണം ചെയ്തു. സ്വഹാബിമാർ ഇത് കണ്ടപ്പോഴേ ഉറപ്പിച്ചു, ഓ നബി തങ്ങൾ സീരിയസ് ആയിട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓരോരുത്തരും അവരുടെ ഹദിയകളെ അറുക്കുകയും അവിടുന്ന് തഹല്ലുലായി അവർ മദീനത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. ആ ഒരു നേരത്ത് നമ്മൾ ആലോചിക്കണം, പരിശുദ്ധ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതുകയാണ്. നമ്മൾ കേട്ട ചരിത്രമാണിത്. ആ കരാർ എഴുതുമ്പോ ഖുറൈശികളുടെ നേതാവുണ്ട് അവിടെ, സുഹൈൽ ഇബ്നു അംർ, പിന്നീട് സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. സുഹൈൽ ഇബ്നു അംർ എന്നവര് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുഹൈൽ ഇബ്നു അംറിനെ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ബദറിലെ ബന്ദിയായി പിടിക്കപ്പെട്ട നേരത്ത്, സുഹൈൽ ഇബ്നു അംർ മക്കക്കാരുടെ പ്രഭാഷകനാണ്, വലിയ പ്രഭാഷകനാണ്. അദ്ദേഹം പാട്ടുപാടും, കവിത പാടും, ജനങ്ങളിൽ സ്വാധീനമുള്ള ആളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ബദറിൽ പിടിക്കപ്പെട്ട, ബദറിലെ ക്യാപ്റ്റീവ്സ് ഉണ്ട്, ബദറിലെ പ്രിസണേഴ്സ്, ബദറിൽ പിടിക്കപ്പെട്ട, യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകൾ, തടവുപുള്ളികള്, അവരോരോരുത്തരെയും റാൻസം കൊടുത്തവിടെ വിട്ടയച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ സുഹൈൽ ഇബ്നു അംറിനെ വിടേണ്ടതുണ്ടോ? എന്തേ ഉമറേ? നബിയെ ദഅനി അദ്രിബു സനായാഹു ഫലാ യതകല്ലമു ഫീ ഖുറൈശിൻ ഫീ ഹഖ്ഖിക യാ റസൂലല്ലാഹ്. നബിയെ അങ്ങയെ സംബന്ധിച്ച് മോശമായി പറയുന്ന സുഹൈൽ ഇബ്നു അംറിന്റെ മുമ്പിലെ 2 പല്ല് ഞാനൊന്ന് പൊഴിച്ചോട്ടെ നബിയെ. ഫലാ യഖൂമു ഫീ മഹാഫിലി മക്ക, മക്കയിലെ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ സുഹൈൽ ഇബ്നു അംർ അങ്ങയെപ്പറ്റി പറയുന്നത് പറയാതിരിക്കാൻ സുഹൈൽ ഇബ്നു അംറിന്റെ മുമ്പിലെ 2 പല്ല് ഞാൻ പൊഴിച്ചോട്ടെ നബിയെ എന്ന് ലോകത്തിന്റെ ഗുരുവിനോട്, കരുണയുടെ കേദാരമായ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചപ്പോ, തങ്ങളോട് യുദ്ധം ചെയ്യാമെന്ന ആളുകളാണ് ഇവര്, അവരെയാണ് ഈ പിടിക്കപ്പെടുന്നത്. യുദ്ധത്തടവുകാരെന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിലേക്ക് വരുന്നവരെയാ പിടിക്കാം, എന്നല്ലാതെ വീട്ടിലൂടെ നാട്ടിലൂടെ നടക്കുന്നവരെ പിടിച്ചുകൊണ്ടിരില്ല. യുദ്ധം കഴിഞ്ഞാൽ ഒരു ശത്രുവിനോടും ഒരു യുദ്ധവും ചെയ്യാൻ പാടില്ല. യുദ്ധം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ആയുധം എടുക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒളിഞ്ഞും തെളിഞ്ഞൊന്നും കൊല്ലാൻ പാടില്ല, ചെയ്യരുത്. ഒരു യുദ്ധം പ്രഖ്യാപിച്ച്, യുദ്ധം തീരുമാനിച്ച് അവിടെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ വകവരുത്തണം. അതാണ് സൂറത്ത് തൗബയിലും അഹ്സാബിലും അൻഫാലിലും ഒക്കെ പറഞ്ഞ വിഷയം. അതാണ് ഇസ്ലാം അസഹിഷ്ണുത പറയുന്നു, അന്യമതവിശ്വാസികളെ വധിക്കണമെന്ന് പറയുന്നു എന്ന് ഇസ്ലാമിനെ പറ്റി ആരോപിക്കുന്നത് ഒരു യുദ്ധക്കളത്തിൽ പറഞ്ഞ വിഷയമല്ലേ? അങ്ങനെ റോഡിലൂടെ കടക്കുന്നവരെ കൊല്ലണമെന്നാണ് ഇസ്ലാം പറയുന്നതെങ്കിൽ നബി തങ്ങളുടെ അയൽവാസി ജൂതനല്ലേ? തങ്ങളുടെ അയൽവാസി ജൂതനല്ലേ? മുത്തുനബി തങ്ങൾക്ക് ഒരു ആട് സമ്മാനമായി കിട്ടിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ കൊടുത്തോ? ജാറനൽ യഹൂദി, നമ്മുടെ യഹൂദിയായ അയൽവാസിക്ക് നിങ്ങൾ കൊടുത്തോ? തങ്ങൾ ചോദിച്ചില്ലേ? സ്വല്ലല്ലാഹു സ്വഹീഹായ ഹദീസ് അല്ലയോ അത്? നമ്മുടെ അയൽവാസിയായി ജൂതന് നിങ്ങൾ കൊടുത്തോ?
ഒരു ഹദിയയോ ഒരു സമ്മാനമോ കിട്ടുമ്പോഴേ തങ്ങൾ അവിടുത്തെ അയൽവാസിയെ പരിഗണിച്ചു. ആരാ അയൽവാസി? ആള് ജൂതനാണ്. ഇസ്ലാം കൊല്ലണം എന്ന് പറഞ്ഞതിനെ പറ്റിയാണോ? അല്ല. ഒരു യുദ്ധക്കളത്തിലേക്ക് നിങ്ങളോട് പടപൊരുതാൻ വന്നാൽ അവിടെ നിങ്ങൾ മുഖം നോക്കേണ്ടതില്ല. കാരണം അവർ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരാ. ഖാതിലുല്ലദീന യുഖാതിലൂനകും, അങ്ങനെ ഖുർആൻ പറ, നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് നിങ്ങൾ യു ക്യാൻ ഫൈറ്റ് ബാക്ക് എന്നല്ലാതെ യുദ്ധം തുടങ്ങാനല്ലല്ലോ നമ്മോട് പറഞ്ഞു. അല്ലദീന യുഖാതിലൂനകും, ആരോട് യുദ്ധം ചെയ്യണം? നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട്. പേടിച്ചോടരുത്. നിങ്ങൾ ഓടിയാൽ നിരപരാധികളായ പെണ്ണുങ്ങളും കുട്ടികളും അവിടെ കൊല ചെയ്യപ്പെടും. അവർക്ക് സംരക്ഷണം വേണം. അതുകൊണ്ട് ധീരമായി മുന്നേറണം എന്ന് പറഞ്ഞത് മനുഷ്യരെ കൊല്ലാൻ പറഞ്ഞതല്ല, അധർമ്മത്തെ ഉച്ചാടനം ചെയ്യാൻ പറഞ്ഞതാ. നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾക്ക് കേടുപാട് സംഭവിച്ച് അതിന്റെ ഇൻഫെക്ഷൻ മറ്റു ഭാഗങ്ങളിലേക്ക് കയറിപ്പോകുമെങ്കിൽ അവയവം മുറിച്ചു മാറ്റണം എന്ന് ഡോക്ടർമാർ പറയുന്ന പോലെ ഇതല്ലേ ആ കാഴ്ചപ്പാട്? അതിനെയാണോ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതിനെ സംബന്ധിച്ചാണോ ഇങ്ങനെ പറയേണ്ടത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. തങ്ങൾ പറഞ്ഞു, ഉമറേ ദഅഹുമാ യാ ഉമർ ലഅല്ലല്ലാഹ യുരീകുമാ മാ തസുറു ബിഹി ഐനക. ഉമറേ, സുഹൈൽ ഇബ്നു അംറിന്റെ 2 പല്ലിനെ സംബന്ധിച്ചല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് വിട്. നിങ്ങളുടെ കണ്ണിന് സന്തോഷമുണ്ടാകുന്നത് സുഹൈൽ ഇബ്നു അംറിലൂടെ അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ നബിയെ ചീത്ത പറയുന്ന ഒരാളെ കയ്യോടെ കെട്ടിയിട്ട് വെറുതെ വിടണമെന്ന് പറയണമെങ്കിൽ എന്തിനാ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ കാത്തിരുന്നു. ഹിജ്റയുടെ 1-ാം വർഷം അല്ലേ ബദർ നടന്നു. പിന്നെ 6 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഹുദൈബിയ സന്ധി നടക്കുന്നത്, ട്രീറ്റി ഓഫ് ഹുദൈബിയ. ആ ഹുദൈബിയ സന്ധിയിൽ പ്രമാണം എഴുതാൻ വരുന്ന ആളാണ് സുഹൈൽ ഇബ്നു അംർ. അന്ന് മക്കക്കാരുടെ നേതാവാണ്. അന്ന് പിടിക്കപ്പെട്ട് വെറുതെ വിട്ടിട്ട് 4 കൊല്ലം വീണ്ടും കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞു. വീണ്ടും 2ാമത് നടന്ന സംഭവമാണിത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, എനിക്കെന്റെ ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. എപ്പോഴെന്നറിയോ? കരാർ എഴുതുമ്പോ അള്ളാഹുവിന്റെ റസൂല് രേഖപ്പെടുത്താൻ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. ശുദ്ധ ഖുർആനിലെ ആരംഭവാക്യമാണത്. In the name of Allah, the entirely merciful, the specially merciful. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, cut it off, പറ്റില്ല, അത് വെട്ടണം. എന്തേ പ്രശ്നം? എന്തേ പ്രശ്നം? ഞങ്ങൾക്കറിയില്ല ആരാണ് ഈ എൻറ്റയർലി മെർസിഫുൾ, ദ സ്പെഷ്യലി മെർസിഫുൾ. ഞങ്ങൾക്ക് റഹ്മാൻ എന്ന് പറയുന്ന യമാമയിലെ ഒരു കള്ളപ്രവാചകൻ മുസൈലിമയെ ഓർമ്മയുണ്ട്. അയാളെ പറ്റി അങ്ങനെ പറയാറുണ്ട്, റഹ്മാൻ. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് കാരുണ്യവാൻ, അതൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒഴിവാക്കണം. ഏത് വെട്ടി മാറ്റണം. തങ്ങൾ പറഞ്ഞു, അലിയെ വെട്ടിക്കോളുന്നു. അലി തങ്ങൾ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഇസ്മ ഇവിടെ വെട്ടിക്കളയണമെന്നോ? വിശുദ്ധ ഖുർആനിലെ 114 ചാപ്റ്ററുകൾ അല്ലെ, 114 സൂറകൾ. ആ സൂറകളിൽ ഓരോന്നും ആരംഭിക്കുന്നത്, എക്സെപ്റ്റ് സൂറത്തുൽ ബറാഅത്ത് സൂറത്ത് ഒഴികെ, ബാക്കി എല്ലാ ചാപ്റ്ററും ആരംഭിക്കുന്നത്, സൂറയും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, ദ എൻറ്റയർലി മെർസിഫുൾ, ദ സ്പെഷ്യലി മെർസിഫുൾ. പക്ഷെ ഒരു സൂറക്ക് അവിടെ ബിസ്മി ഓതാൻ പാടില്ല. എന്തെന്നറിയോ? അതിന്റെ കണ്ടന്റ്, ആ സൂറയുടെ ഉള്ളടക്കം, അതിലാണ് യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള ആയത്തുകൾ വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇസ്ലാം ഈസ് നോട്ട് എ പാസിഫിസ്റ്റിക് റിലീജിയൻ. ഇസ്ലാം ഒരു നിലക്കും ഒരു തരത്തിലും ആയുധമെടുക്കരുത് എന്ന് പറയുന്ന ഒരു മതമല്ല. എന്തുകൊണ്ടെന്നാൽ ആയുധമേന്തി പൊതുസമൂഹത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ വരുന്നവർ ഒരു യുദ്ധവുമായി മുന്നോട്ട് വന്നാൽ അവരെ പ്രതിരോധിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. എന്തിനെന്നറിയോ? ബാക്കിയുള്ള മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ. ആ പ്രതിരോധത്തിന്റെ ആയത്തുകൾ ഇറങ്ങിയ സൂറയാണിത്. അവിടെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ കരുണയുമായി അത് യോജിക്കുന്നില്ല. അതിന്റെ പേരിൽ സൂറത്തുൽ ബറായിൽ ബിസ്മി ഇല്ല. പക്ഷെ അതിന് പകരം സൂറത്തുൻ നംലിൽ 2 ബിസ്മി അള്ളാഹു കൊടുത്തു. തുടക്കത്തിലും കൊടുത്തു, ഉള്ളിലും കൊടുത്തു. ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തിന്റെ ഉള്ളിലൊരു ബിസ്മില്ല, ആ നഷ്ടപ്പെട്ടതിന് പകരം അപ്പൊ 114 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് അള്ളാഹുവിനെ പരിചയപ്പെട്ടത്. വി ഡോണ്ട് നോ എ ഗോഡ് ഹു ഈസ് ദ ഗോഡ് ഓഫ് റാത്ത്, ദേഷ്യത്തിന്റെ ഒരു ദൈവം. ഗ്രീക്കുകാർക്ക് അങ്ങനെയുണ്ട്, നമുക്ക് അങ്ങനെയില്ല. നമുക്ക് ദ ഗോഡ് ഓഫ് മേഴ്സി, കാരുണ്യത്തിന്റെ ദൈവം അല്ലേ. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു വെട്ടിക്കളയണം. തങ്ങൾ പറയാ, ആ കൈ കൊണ്ട് വെട്ടിക്കളയാൻ
ആ നാക്ക് കൊണ്ട് വെട്ടിക്കളയണമെന്ന് സുഹൈൽ ഇബ്നു അംർ ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു, നബിയേ ബദറിൽ ഞാൻ അന്ന് പറഞ്ഞതായി ഇവരെ വിടണ്ടാന്ന്. പിന്നെ അങ്ങ് എന്തിനാ നബിയെ അന്ന് എന്നെ അത് ചെയ്യാണ്ടിരിക്കാൻ പറഞ്ഞത്? എന്തിന് നബിയെ, കണ്ടില്ലേ ഇവൻ ചെയ്യുന്നത്? ഞങ്ങളൊന്നും പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് പറഞ്ഞൊരു മറുപടിയാണ്, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നത് സംഭവിക്കാൻ പോകുന്നുണ്ട് ഉമറേ. യു ഷാൽ ബി ഹാപ്പി. വിഷമിക്കേണ്ട, സംഭവം ഒരു നല്ല കാര്യം വരാൻ പോകുന്നുണ്ട് സുഹൈൽ ഇബ്നു അംറിൽ നിന്ന്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല എന്താണത്. കരാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ കരാറിൽ അതിന്റെ മോസ്റ്റ് ഓഫ് ദ ക്ലോസസ് ആർ അഗൈൻസ്റ്റ് ഇസ്ലാം. അങ്ങനെയാണ്, എല്ലാ മുസ്ലിമീങ്ങൾക്കെതിരായിരുന്നു അവിടെ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, വി വിൽ സൈൻ കോൺട്രാക്ട്സ്, നമ്മളത് സൈൻ ചെയ്യാൻ പോവാണ്. എന്താ വിഷയം? ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനത്തേക്ക് വന്നാൽ നിങ്ങൾ അവരെ മക്കയിലേക്ക് തിരിച്ചയക്കണം. നിങ്ങൾ പറഞ്ഞോട്ടെ, ഇസ്ലാം സ്വീകരിച്ച് ഏതെങ്കിലും ഒരാൾ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് പഴയ മതത്തിലേക്ക് തിരിച്ചു പോകാൻ മക്കയിലേക്ക് വന്നാൽ ഞങ്ങൾ അവരെ പിടിച്ചു വെക്കും മക്കയിൽ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കടന്നു വന്നതിന് ശേഷം നിബിതങ്ങൾക്ക് ശക്തിയോ കരുത്തോ ഉണ്ടായതിന്റെ പിറകിൽ നിബിതങ്ങൾ അനീതി ചെയ്യുമായിരുന്നുവെങ്കിൽ ഇവിടെയാണത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ തങ്ങൾ ചെയ്തുവോ? തങ്ങൾ പറഞ്ഞു, വെട്ടിക്കോളൂ. ഇത് മുഹമ്മദ് നബി തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടാക്കുന്ന കരാറാണ്, ഹുദൈബിയ ട്രീറ്റി. ഇത് പറഞ്ഞപ്പോഴെന്താ അവര് പറഞ്ഞത്? ഇതേ സുഹൈൽ ഇബ്നു അംർ, no, what Rasulullah, we don't believe you the messenger of Allah, അതുകൊണ്ട് റസൂലുള്ളാഹ് എന്ന് വെട്ടണം. അലിയാര് പറഞ്ഞു, പൊന്നു നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ അലസ്ത റസൂലല്ലാഹ്. അവർ ചോദിച്ചു, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ? അന റസൂലുള്ളാഹി വലൗ കദ്ദബൂനി, ഞാൻ നബിയല്ല എന്ന് അവര് പറഞ്ഞാലും ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതനാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വെട്ടിക്കോളൂ അലിയാരെ, വെട്ടിക്കോളൂ. എന്തിനാതെന്നറിയോ? ഒരു രക്തച്ചൊരിച്ചിൽ നടക്കരുത് എന്ന് വിചാരിച്ചിട്ട്, അവിടെ ഒരു യുദ്ധം നടക്കരുത് എന്ന് വിചാരിച്ചിട്ട്. യുദ്ധം ആയുധ കച്ചവടക്കാർക്ക് നല്ലതാണ്, പക്ഷേ അത് ചോരചിന്തയുള്ള കളിയാണ്. ഒരു ബഹളം ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ, നബി തങ്ങൾ പറയാ, ഒരു പ്രശ്നം, നമ്മൾ പറയില്ലേ കച്ചറയുണ്ടാവുക എന്ന് പറയില്ലേ, ഒരു ബഹളമോ ഒരു പ്രശ്നമോ ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ അവിടെ ആയുധം വിൽക്കുന്നവന് കടുത്ത ശിക്ഷയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടുത്ത ശിക്ഷയാണ്. കാരണം അവിടെ ആയുധ പ്രയോഗങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഒരായുധം വാങ്ങിച്ച് അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ആ ആയുധത്തിന്റെ മുന നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ചു വെക്കണം. കാരണം കിച്ചണിലേക്ക് സാധനം വാങ്ങിക്കേണ്ടി വന്നേക്കാം, മറ്റാവശ്യങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമായ ആയുധങ്ങൾ വാങ്ങിയേക്കാം, കൃഷിക്കാവശ്യമായ പണിയായുധങ്ങൾ. നിങ്ങൾ അതിന്റെ എഡ്ജ് ആളുകളുടെ ദേഹത്ത് കുത്തുമെന്ന് പേടിച്ച് നിങ്ങൾ അതിന്റെ അഗ്രഭാഗം കൈകൊണ്ട് പിടിച്ചിട്ടേ നടക്കാവൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരും ഒരാളുടെ ദേഹത്തേക്കും ആയുധം ചൂണ്ടരുതേ. നിങ്ങൾ പറഞ്ഞ ഹദീസല്ലേ, ആരുടെ ദേഹത്തേക്കും ആയുധം ചൂണ്ടരുത്. ഒരുപക്ഷെ ചില നേരത്ത് പിശാചവന്റെ കയ്യിൽ നിന്ന് അതിന്റെ കൺട്രോൾ തിരിച്ചെടുക്കുകയും നിങ്ങൾ ആയുധം ചൂണ്ടുന്നവനിലേക്ക് ആ ആയുധം പായിപ്പിക്കുകയും ചെയ്തേക്കും. അതുകൊണ്ട് ആരും അതിന് അവസരം വരുത്തരുത്. തമാശക്ക് പോലും ഒരു കോമ്പാസ് എടുത്തിട്ട് നോക്കരുത്, അല്ലെങ്കിൽ ഒരു വെറുതെ റൂളർ എടുത്തിട്ടോ ഒരു പെൻസിൽ എടുത്തിട്ടോ എനിത്തിങ് ദാറ്റ് ഹാവ് ഷാർപ്പ് എഡ്ജ് നിങ്ങൾ ചെയ്യരുത്. ഒരാളുടെ മുഖത്തേക്കും ദേഹത്തേക്കും ചൂണ്ടുക പോലും പാടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെട്ടാൻ പറഞ്ഞു റസൂലുള്ളാഹി എന്ന് വെട്ടി. വലൗ കദ്ദബൂനി, ഉമർ റളിയല്ലാഹു അൻഹു അന്നും പറഞ്ഞു, നബിയേ ഈ സുഹൈൽ ഇബ്നു അംർ എന്തിന് നബിയേ നിങ്ങളെന്ന് വെറുതെ വിട്ടു? ഉമർ തങ്ങൾ അന്ന് നബിയോട് കുറച്ച് ചോദ്യം ചോദിച്ചു. ഉമർ തങ്ങൾ പറയാ, എനിക്ക് ചോദിക്കണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി, ഞാൻ അതോർത്ത് കരഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, എന്റെ നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയൊക്കെ ഞാൻ ചെയ്തത് അന്ന് നബി തങ്ങളോട് പറഞ്ഞത് അല്ലാഹു എനിക്ക് പുറത്തു തരാനാണ്. എന്താ സംഭവം എന്നറിയോ? ചൂടായിട്ട് ഉമർ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, അലസ്ത റസൂലല്ലാഹ്, പൊന്നാര നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ? ബലാ യാ ഉമർ, അതേ ഉമറേ. യാ റസൂലല്ലാഹ്, എന്താ ഉമറേ? അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാതിൽ, aren't we on truth and they on falsehood? അല്ലേ, നമ്മൾ സത്യത്തിലും അവർ അസത്യത്തിലുമല്ലയോ നബിയേ?
അതെ അതെ, അങ്ങനെ തന്നെയാണ്. അലൈസ ഖത്ലാനാ ഫിൽ ജന്നതി വഖത്ലാഹും ഫിന്നാർ. അവരാരെങ്കിലും നമ്മ വധിക്കുകയാണെങ്കിൽ അത് രക്തസാക്ഷിത്വമല്ലേ നബിയെ? ആണ് ഉമറേ. ലിമഹാദിഹി ദനിയതു യാ റസൂലല്ലാഹ്. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന 450 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചത് ഒരായുധമില്ലാതെ വിശുദ്ധമായ കഅബാലയം പ്രദക്ഷിണം വെക്കാനും മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പണിതുയർത്തിയ കഅബാലയം ഏകനായ സൃഷ്ടാവിന്റെ ഇബാദത്തിന് വേണ്ടി സമർപ്പിതമായത്. ആ കഅബാലയത്തിന് മുന്നിൽ ചെന്ന് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ഒരുങ്ങി പുറപ്പെട്ടതിന് സമ്മതിക്കില്ലെന്ന് ജന്മനാട് നമ്മുടെ നാട് മക്ക നമ്മുടെ നാടാണ്, ആ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മളെ തുരത്തി ഓടിക്കുമ്പോൾ നബിയെ ഞങ്ങൾ 2000-ലേറെ വരുന്ന ആളുകൾ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. എന്തിനാണ് നബിയെ ഈ അപമാനം? എന്നിട്ട് പറഞ്ഞപ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ കോളറിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഉമർ ഇങ്ങോട്ട് വാ, ഉമറേ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അത് അല്ലാഹുവിന്റെ റസൂലാണ് ഉമറേ. ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ ചെയ്യാൻ നബിക്ക് പറ്റില്ല, അല്ലാഹു പറയുന്നതേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നബി തങ്ങളെ പ്രൊവോക്ക് ചെയ്യരുത്, നബി തങ്ങളെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണ്ട, തങ്ങളുടെ തീരുമാനം ഇലാഹിയായ തീരുമാനമാണ്. അങ്ങനെ തിരിച്ചു പോന്ന യാത്രയാണ് ഹുദൈബിയ. തങ്ങൾക്ക് കഴിവുണ്ടായിരിക്കെ, അനുയായികൾ കൂടെ ഉണ്ടായിരിക്കെ, ആയുധമുണ്ടായിരിക്കെ, വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കെ, വേണ്ട ഉമറേ വേണ്ട. സുഹൈൽ ഇബ്നു അംറിന്റെ കഥ പിന്നീട് ഉമർ തങ്ങൾക്ക് ബോധ്യപ്പെട്ടു. തങ്ങൾ വഫാത്തായ സമയം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർ പൊട്ടിക്കരഞ്ഞ നേരം മദീനയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ, സക്കാത്ത് പോലെയുള്ള വിഷയങ്ങൾ, സമ്പത്ത് കൊടുക്കലല്ലേ സക്കാത്ത്, തരില്ലെന്ന് പറഞ്ഞ നേരം, ചില ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോവാൻ വെമ്പൽ കാണിച്ച നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ അവരെ പിടിച്ചു നിർത്തിയപ്പോ മക്കക്കാരെ ദീനിൽ പിടിച്ചു നിർത്താൻ പ്രഭാഷണം ചെയ്തത് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ്. അവര് മുസ്ലിം ആകുന്നത് മക്ക വിജയം നടക്കുമ്പോ ഹിജറ 8 മക്ക വിജയം നടക്കുമ്പോ, മക്ക വിജയത്തിന്റെ സംഭവം ഇവിടെ റഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചു. മുത്തുനബി തങ്ങളോട് എത്ര മനോഹരമായൊരു രംഗമാണത്, മറക്കാൻ കഴിയുമോ? അത് സ്വന്തം നാട്ടുകാർ അടിച്ചോടിച്ചവര്, പിടിച്ച് തല്ലിയവര്, സമ്പത്ത് കൊള്ളയടിച്ചവര്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ നാടുകളിൽ ഓരോരുത്തരും വിളിച്ചു പറയുന്നതും വേദനിപ്പിക്കുന്ന ചില വാക്കുകളൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോ ഈ കാലഘട്ടം നമ്മൾ മക്കയോട് ചേർത്ത് വായിച്ചു പോവുകയാണ്. മുത്തുനബി തങ്ങൾ അവരോട് ചോദിച്ചു, തങ്ങളുടെ കയ്യിലാണ് അധികാരം, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സുഹൈൽ ഇബ്നു അംർ അവിടെയുണ്ട്. മുത്തുനബി തങ്ങളുടെ പ്രഖ്യാപനം വന്നു, മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറുന്നവർ സുരക്ഷിതരാണ്. അബൂ സുഫിയാൻ ആരാണ്? മക്കയുടെ നേതാവാണ്, മുസ്ലിം ആയിരുന്നില്ല ആ സമയത്ത്. അബൂ സുഫിയാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇപ്പോൾ പടച്ചോനെ, am I eligible to get this type of honor? ഇത്ര വലിയൊരു ബഹുമാനമൊക്കെ കിട്ടാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു? പ്രവാചകനോട്, തങ്ങളോട് യുദ്ധം ചെയ്ത ആളാണ്. മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. സുഹൈൽ ഇബ്നു അംറിന്റെ മകൻ മുസ്ലിമാണ്. അദ്ദേഹം ഓടി വന്ന് വാപ്പയ്ക്ക് വേണ്ടി നബിയോട് സംസാരിച്ചു. നബി, എന്റെ വാപ്പ. അബൂ സുഫിയാൻ അവിടുത്തെ ചെയർമാൻ ആണെങ്കിൽ അതിന്റെ അവിടുത്തെ പ്രസിഡന്റ് ആണല്ലേ, അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടറി ആണ് സുഹൈൽ ഇബ്നു അംർ മക്കക്കാരുടെ. സുഹൈൽ ഇബ്നു അംറിന്റെ മകൻ വന്ന് നബിയോട് പറയാ, നബിയെ, അവര് സ്വഹാബിയാണ്, മകൻ സ്വഹാബിയാണ്, നബിയെ എന്റെ വാപ്പാക്ക് ഞാൻ അഭയം കൊടുത്തോട്ടെ? ഒരു ചെറിയ ഒരു മുസ്ലിം, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒരു മുസ്ലിമായ ഒരാൾക്ക് അഭയം കൊടുത്താൽ, അതാണോ പെണ്ണോ ആകട്ടെ, അഭയം കൊടുക്കപ്പെട്ട ഒരാൾക്കും അവരെ തൊടാൻ പാടില്ലെന്നാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് അവസ്ഥ പോലും അതാണ്. യുദ്ധം നടക്കുമ്പോ ഞാൻ ഇയാൾക്ക് അഭയം കൊടുത്തു എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞു, നഹ്നു അമ്മന്നാഹു, ഞങ്ങൾ സുഹൈൽ ഇബ്നു അംറിന് അഭയം കൊടുത്തിട്ടുണ്ട് മോനെ, നിന്റെ പിതാവ് സുരക്ഷിതനാണ്. ഫൽയദ്ഹർ, മക്കയിലൂടെ നെഞ്ചു വിരിച്ച് നടന്നോട്ടെ. തങ്ങൾ പറഞ്ഞു, സുഹൈൽ ഇബ്നു അംറിനെ ആരും തൊടരുത്. തങ്ങളൊരൊറ്റ വാക്ക് പറഞ്ഞു, സുഹൈൽ ഇബ്നു അംറിനെ പോലെയുള്ള ബുദ്ധിയുള്ള ഒരാൾക്ക്
ഇസ്ലാം എങ്ങനെ സ്വീകരിക്കാൻ കഴിയാതെ പോകും. ഇത് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കാണ്. അത്രയും നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സുഹൈൽ ഇബ്നു അംറിനെ പോലെയുള്ള ഒരു ബുദ്ധിമാനിയായ ഒരു ഇന്റലിജന്റ് പേഴ്സൺ, how can he let Islam escape him? എങ്ങനെ മുസ്ലിം ആവാതെ അയാൾക്ക് പോകാൻ കഴിയും? അത്രേ തങ്ങൾ പറഞ്ഞുള്ളൂ. സുഹൈൽ ഇബ്നു അംർ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിലാണ് പറഞ്ഞത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അബൂ സുഫിയാൻ മക്കയിലെ കൊടിയ മുശ്രിക്കാൻ, നിബിതങ്ങൾ പവറിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ താഴെയുമുള്ള സന്ദർഭമാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്. കാരണം ഓറിയന്റലിസ്റ്റുകൾ ദീനിനെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘട്ടമാണത്. നേരെ മറിച്ചാണ് യാഥാർത്ഥ്യം. അവർ പറയും ഇസ്ലാമിന് അധികാരം കിട്ടിയപ്പോ ആളുകളെ വെട്ടിനിരത്തി. എന്താണ് ഈ പറയുന്നത്? എവിടെ വെട്ടിനിരത്തിയ കഥയാണ് ഈ പറയുന്നത്? പ്രതിരോധമല്ലാതൊരു യുദ്ധ നബി തങ്ങളുടെ കാലത്ത് നടന്നുവോ? പരിശുദ്ധ ഹബീബിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാൻ മുത്തുനബി തങ്ങളെ കാണാൻ വരുന്നു. 10,000 മെഴുകുതിരികൾ കത്തുകയാണ്. മെഴുകുതിരി എന്ന് ഞാൻ പറയുന്നില്ല, മെഴുകുതിരി ഒന്നും ഉണ്ടാവില്ല. 10,000 വിളക്കുകൾ കത്തുകയാണ് മരുഭൂമിയിൽ. എന്താ ഈ 10,000 വിളക്കിന്റെ കാര്യം? 10,000 പരിശുദ്ധാത്മാക്കളോടുകൂടെ മുത്തുനബിയുടെ പ്രവാചകന്റെ അനുയായികളോടുകൂടെ തിരുനബി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നു. മക്ക വിജയം നടക്കുന്ന നേരം മക്കയുടെ കോൺക്വസ്റ്റ് എന്നാണ് പറയാ. പക്ഷെ എന്താണ് ആ കോൺക്വസ്റ്റിന്റെ കാരണമെന്ന് വേറെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു വിജയഭേരി മുഴക്കി ഒരു നാട് പ്രവാചകൻ കീഴടക്കിയെന്നോ? തങ്ങളെന്താ നെപ്പോളിയൻ ബോണപ്പാർട്ടോ? എന്താ തങ്ങൾ ഈ ചെയ്തത്? ഞാൻ വിഷയം സമയം ഉണ്ടെന്ന് വിചാരിക്കും ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട് എന്നാ സംഭവം? മക്ക വിജയം നടക്കുന്നത് മക്കയിൽ നടന്ന ഒരു അനീതിക്ക് വേണ്ടി നീതി ചോദിക്കാനാണ്. എന്തായിരുന്നു സംഭവം? ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, 10 വർഷത്തേക്ക് യുദ്ധം പാടില്ലെന്നാ പറഞ്ഞത്. 10 കൊല്ലത്തേക്ക് ഒരാൾ തമ്മിൽ യുദ്ധം പാടില്ല, ഖുറൈശികളും മുസ്ലിമീങ്ങളും തമ്മിൽ. അതുകൊണ്ട് ഖുറൈശികൾക്ക് അവരുടേതായ ആലീസ്, അവരുമായി കക്ഷി ചേരുന്ന ആളുകൾ അവർക്കും, മുസ്ലിമീങ്ങളോട് കക്ഷി ചേരുന്ന ആളുകൾ അവർക്കും ഒരുപോലെ both should enjoy mutual security and respect. അതുകൊണ്ട് ആരും ആരെയും ഉപദ്രവിക്കരുത്. ആയിക്കോട്ടെ, ഒപ്പുവെച്ച് പോന്നതാണ്. 2 വർഷം കഴിയുന്നു. 2 കൊല്ലമായിട്ടുള്ളൂ. കാരണം ഹുദൈബിയ സന്ധി ഒപ്പുവെക്കുന്നത് ഹിജറ 6-ലാണ്. മക്ക വിജയം നടക്കുന്നത് ഹിജറ 8-ലാണ്. പക്ഷേ സന്ധി എഴുതിയത് 10 കൊല്ലത്തേക്ക് യുദ്ധം പാടില്ല എന്നാ. പക്ഷെ 2 കൊല്ലേ ആ സന്ധി ഇഫക്റ്റീവായിട്ട് നിന്നുള്ളൂ എന്നത് മറ്റൊരു സങ്കടമാണ്. ആ കാലഘട്ടത്തിൽ ആ പ്രവാചകൻ ലോകത്തിന്റെ മുക്കുമൂലയിലേക്ക് കത്തെഴുതിയത്, രാജാക്കന്മാരെ ക്ഷണിച്ച് കത്തെഴുതിയത് ഇവിടെ സൂചിപ്പിച്ചല്ലോ. അത് ഹിറക്കൽ രാജാവിന്, പേർഷ്യൻ രാജാവിന്, അസ്ലിം തസ്ലിം അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മറത്തൈൻ. വളരെ ഷോർട്ട് ആൻഡ് ബ്രീഫ് ആൻഡ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. നബിയുടെ കത്തുകൾ അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ലിം തസ്ലിം, accept Islam, you shall be safe, you will get salvation. Aslim yu'tikallahu al-ajra marratayn, accept Islam and you will be rewarded twice. വളരെ മനോഹരമായ സലാമുൻ അലാ മൻ ഇത്തബഅ al-huda, peace be upon those who accept the truth. വളരെ മനോഹരമാണ് പ്രവാചകന്റെ അഭിസംബോധന. മദീനയിലെ ജൂതന്മാർ നിബിതങ്ങളെ കാണുമ്പോ തുമ്മൽ അഭിനയിക്കുമായിരുന്നു. എന്തിനാണത്? നിബിതങ്ങളുടെ മുമ്പിൽ അവര് കൂട്ടം ജമാഅത്തായിട്ട് തുമ്മും. എന്തിനാ തുമ്മുന്നറിയോ? നമുക്ക് ഇസ്ലാമിൽ ഇപ്പൊ നമ്മുടെ സജീദ് സാഹിബ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സജീദ് ചെറിയാൻ സാഹിബ്. ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. എങ്ങനെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 7 ബാധ്യതയിൽ ഒരു ബാധ്യതയാണ് തുമ്മിയിട്ട് ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോ യർഹമുക്കല്ലാ എന്ന് പറയണം. തുമ്മുമ്പോ അൽഹംദുലില്ലാ, നമുക്കൊക്കെ അറിയാലോ, തുമ്മിയ പറയാറുണ്ടല്ലോ. ഒരാൾ അൽഹംദുലില്ലാ, അത് സുന്നത്താണ്, ഒരു നിർബന്ധമല്ല, ചെയ്താൽ കൂലി കിട്ടും, പ്രതിഫലമുണ്ട്. പക്ഷെ ഒരാൾ അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പ്രൈസ് ബി ടു ഗോഡ്, അതല്ലേ അൽഹംദുലില്ലാ അർത്ഥം. അങ്ങനെ ഒരാൾ തുമ്മിയ ഒരാൾ പറഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾ എന്ത് പറയണം? യർഹമുക്കല്ലാ, മേ ഗോഡ് ഷവർ ഹിസ് മെർസി അപ്പോൺ യു, ദൈവത്തിന്റെ കാരുണ്യം നിങ്ങൾക്ക് തരട്ടെ എന്ന് തുമ്മിയവനോട്. നമ്മൾ ബ്ലസ് യു എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ? അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, ബ്ലസ് യു. തുമ്മി കഴിഞ്ഞാൽ പിന്നെ ബ്ലസ് യു. തുമ്മിയവനൊന്നും പറയാറില്ല, കേൾക്കുന്നവര് ബ്ലസ് യു എന്ന് പറയണം, അല്ലേ? അപ്പൊ ജൂതന്മാര് തുമ്മും. എന്തിനെന്നറിയോ? പ്രവാചകൻ യർഹമുക്കല്ലാഹ്
പ്രവാചകൻ ഇങ്ങോട്ട് നിങ്ങൾക്കൊരു പ്രാർത്ഥന തരില്ലേ, മേ ഗോഡ് ബ്ലസ് യു, ദൈവം മേ ഹി ഷവർ ഹിസ് മെർസി അപ്പോൺ യു, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കാരുണ്യമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ ഇങ്ങോട്ട് പറഞ്ഞു കിട്ടാൻ വേണ്ടി ജൂതന്മാർ തുമ്മൽ അഭിനയിക്കുമായിരുന്നു. വിശുദ്ധ ഹദീസിലുണ്ട്. അപ്പൊ നബി തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, തങ്ങള് അവരെ നിരാശപ്പെടുത്തിയില്ല. അവർ തുമ്മി അഭിനയിക്കും, തങ്ങൾക്കറിയാം അവർ വിശ്വാസികളല്ല, അവരത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ പ്രവാചകന്റെ ഒരു പ്രാർത്ഥന വേണമെന്നവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തങ്ങൾ അവർക്ക് മറുപടി പറയും, യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹ് ബാലക്കും. അത് പ്രവാചകൻ അവർക്ക് കൊടുത്ത മറുപടിയാണ്. യഹ്ദീകുമുല്ലാഹ്, may God guide you to the straight path, വയുസ്ലിഹ് ബാലക്കും, may God settle your problems. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നിങ്ങൾക്ക് സന്മാർഗ ദർശനം നൽകുകയും ചെയ്യട്ടെ. പ്രവാചകന്മാർ അങ്ങനെയാണ്. ഒരു നന്മയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, മറിയം ഉമ്മു ഈസ എന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ പേരിൽ ഒരു മസ്ജിദ് ഇവിടെ ഫുജൈറയിൽ സ്ഥാപിച്ച ബഹുമാന്യനായ സജി സാഹിബ്, യേശുക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മളൊക്കെ വായിക്കുന്നവരാണ്. നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് കടന്നു പോകുമ്പോ ഒരു നായ മുമ്പിൽപ്പെട്ടപ്പോ നായയോട് പറഞ്ഞു, ഇദ്ഹബ് ആഫാകല്ലാഹ്, നായേ പൊയ്ക്കോ, ആഫാകല്ലാഹ്, അല്ലാഹു നിനക്ക് ആരോഗ്യം തരട്ടെ, ആഫിയത്ത് തരട്ടെ എന്നാ. അപ്പോ ഹവാരിയങ്ങൾ അപ്പോസ്തലന്മാർ ചോദിച്ചു എന്നാ, ജീസസ് ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരു നായോട് ഇങ്ങനെയൊക്കെ നല്ല പ്രാർത്ഥന ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ പറഞ്ഞു, കലിമത്തുൻ തഅവ്വതുഹ, എന്റെ നാവിനത് ശീലമായി പോയി നന്മ പറയൽ, അതൊരു നായയെ കണ്ടപ്പോഴും ഞാനത് പറഞ്ഞു എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. നമ്മുടെ ഗ്രന്ഥങ്ങൾ ഇത് കിടക്കുകയാണ്. ചീഞ്ഞു നാറുന്ന ഒരു കഴുതയെ കണ്ടപ്പോഴേ അനുയായികൾ മുഴുവൻ മൂക്ക് പിടിച്ച് എന്തൊരു മോശമായ നാറ്റം ഈ ജീവിക്ക് എന്ന് പറഞ്ഞ് അവരൊക്കെ വെറുപ്പ് കാണിച്ചപ്പോ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? മാ അഹ്സന ബയാദു അസ്നാനിഹ, ആ കഴുതയുടെ പല്ലിന് എന്തോ ഒരു വെളുപ്പാണല്ലേ. അവരൊക്കെ കണ്ടത് അതിലെ നാറ്റമാണ്. പക്ഷേ മഹാനായ ഈസ നബി അലൈഹിസ്സലാം അതിലെ ഒരു നന്മയെ ഹൈലൈറ്റ് ചെയ്യുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി നന്മയ്ക്ക് വേണ്ടി ഏത് പ്രവാചകനെയും പോലെ അന്ത്യപ്രവാചകനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക വിജയത്തിന്റെ കാരണത്തിലേക്കാണ് നമ്മൾ സൂചിപ്പിച്ചത്. മക്ക വിജയം നടക്കുന്നു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം സന്ധി ഒപ്പിട്ടു. സന്ധി തന്നെ ഒരു സമർപ്പണമാണ്, ഒരു ടോളറൻസ് ആണ്. നമുക്ക് കഴിവുണ്ടായിരിക്കെ, നമുക്ക് പ്രതികാരമെടുക്കാൻ കഴിവുണ്ടായിരിക്കെ അത് ചെയ്യാതിരിക്കുന്നതാണ് മനുഷ്യന്റെ സൽസ്വഭാവം എന്ന് പറയുന്നത്. അതല്ലേ സൽസ്വഭാവം? അല്ലാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഞാൻ കാണിച്ചു തരാന്ന് എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നതല്ലല്ലോ. എല്ലാ കഴിവുമുള്ള ഒരാൾ ഐ ഫർഗീവ് യു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. മുത്തുനബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാർക്കും മദീനക്കാർക്കും അറേബ്യയിൽ ഒന്നാകെ സമാധാനം വരണമെന്ന് ആഗ്രഹിച്ച് തലതാഴ്ത്തി ഒപ്പിട്ടതാണ് ഹുദൈബിയ സന്ധി. എല്ലാ അനുയായികളും എതിരായിരിക്കെ പ്രവാചകരുടെ കൂടെയുള്ള മുഴുവൻ ആളുകളും എന്തിന് നബിയെ നമ്മൾ നാണക്കേട് സഹിക്കണമെന്ന് ചോദിച്ചിട്ട് പോലും ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇവിടെ നാം ഒപ്പിടാൻ നിർബന്ധിതമാണ്, നമ്മൾ ഒപ്പിടുന്നു. സ്വഹാബികളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അടുത്ത വർഷം വരും. 3 days in and out, 3 ദിവസം നിൽക്കാൻ പാടുള്ളൂ. മക്കക്കാര് നിർബന്ധം പറഞ്ഞു. 3 ദിവസം വരുന്നു, ഇബാദത്ത് ചെയ്യുന്നു, നിങ്ങളുടെ 3 ദിവസം കഴിഞ്ഞാൽ മക്ക വിട്ടു പോയിക്കൊള്ളണം. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴായി പറയുന്നത്. അവര് വേറെ നാട്ടുകാരല്ല, മക്കക്കാരാണ്. അവരോട് പോലും അങ്ങനെയാണ് അവര് പറഞ്ഞത്. നബി നിങ്ങൾ പറഞ്ഞു വയ്ക്കോട്ടെ, മതി. ഉംറത്തുൽ ഖളാ നടന്നു. ഉംറ ഖളാ വിട്ടി പിറ്റത്തെ വർഷം. അത് കഴിഞ്ഞ വർഷം മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കുന്ന ആലീസ്, മുസ്ലിമീങ്ങളുടെ കൂടെ പക്ഷം ചേർന്ന മക്കയിലെ ഒരു ട്രൈബ് ഉണ്ടായിരുന്നു. ബനു ഖുസാ എന്നാണ് അവരുടെ പേര്. അവര് മുഴുവൻ ആളുകൾ മുസ്ലിമീങ്ങളല്ല. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾ പ്രവാചകന്റെ കൂടെയാണ്. ബനു ബക്കർ, അവരിൽ ചില ആളുകൾ അവര് പറഞ്ഞു ഞങ്ങൾ ഖുറൈശികളുടെ കൂടെ നിൽക്കുകയാണ്. 2 ഗോത്രങ്ങൾ, ഒരു കൂട്ടർ ഖുറൈശികളുടെ കൂടെ, ഒരു കൂട്ടർ മുസ്ലിമീങ്ങളുടെ കൂടെ. ആരുടെ കൂടെ കൂടുന്നുവോ ഇവർ തമ്മിലുള്ള, മുസ്ലിമീങ്ങളും ഖുറൈശികളും തമ്മിലുള്ള കരാറ് കൂടെ നിൽക്കുന്നവർക്കും അവകാശമാണ്. ഇതാണ് പ്രമാണം. ആയിക്കോട്ടെ. അപ്പൊ ബനു ബക്കർ ബനു ഖുസായെ ആക്രമിക്കാൻ പാടില്ല. ബനു ഖുസാഅക്കാർ ഒരു രാത്രി സമാധാനത്തോടെ അവർ രാത്രിയിലെ നിലാവെളിച്ചത്തിൽ അവരുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 200 ആളുകൾ. അവർ പറയാൻ
കഴിഞ്ഞ 1-2 വർഷം മുമ്പ് എന്തായിരുന്നല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. ഇപ്പൊ എന്തൊരു സമാധാനം, എന്തൊരു സമാധാനം. ഈ യുദ്ധവും വെട്ടും കൊലയും കൊണ്ട് സഹിക്കവയ്യാതെ നമ്മൾ പൊറുതിമുട്ടിയില്ലേ, എന്തൊരു സമാധാനം ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ഹോഴ്സ്മെൻ കുതിരപ്പുറത്ത് വന്ന് മുഴുവൻ ആളുകളെയും കശാപ്പ് ചെയ്തു. അവിടെ രാത്രിക്ക് രാത്രി അതിൽ ഒരാൾ വെട്ടുകൊണ്ട പോലെ കിടന്നു. അയാൾ മരിച്ചു എന്ന് ശത്രുക്കൾ വിചാരിച്ചു, പക്ഷെ അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല. രാത്രിയാണ്, ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു. അദ്ദേഹം ഓടി രാത്രിക്ക് രാത്രി മദീനയിലേക്ക് മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, നിരപരാധികളായ ആളുകളെ ഒന്നും ചെയ്യാത്ത ബനൂ ഖുസാഅക്കാരെ, ഖുറൈശികളുടെ കൂടെയുള്ള ആളുകൾ ഖുറൈശികളുടെ കൂടെയാണെന്ന ധിക്കാരം കണ്ടുകൊണ്ട് നിരപരാധികളെ കൊല ചെയ്തിട്ടുണ്ട്. തങ്ങൾ മക്കയിലേക്ക് വിവരം അറിയിച്ചു. നമ്മളൊരു കരാറിലാണ്. പ്രവാചകന്റെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. കരാറ്, വി ഹാവ് ടു റെസ്പെക്ട് ദ ട്രീറ്റി. നമ്മളൊരു ജോബ് സൈൻ ചെയ്യൂലേ, ജോബ് അഗ്രിമെന്റ്, നമ്മളത് ബഹുമാനിക്കണം. നമ്മൾ അവിടുന്ന് ജോലിയിട്ട് പോവരുത്, നാട്ടിൽ പോയിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറയരുത്. അതേ എഗ്രിമെന്റ് ആണ്. 2 വർഷത്തേക്ക് എൻ്റെ എംപ്ലോയറുടെ കൂടെ ഞാൻ ഇത്ര കാലം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കണ്ടീഷന് നാം നിൽക്കും. അതൊരു അമാനത്താണ്, നമ്മൾ പാലിച്ചേ പറ്റൂ അറ്റ് എനി കോസ്റ്റ്. മുത്തുനബി തങ്ങൾ ഹുദൈബിയ സന്ധി ഒപ്പുവെച്ചപ്പോഴാണ് അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹു, നബിയെ, ഞാൻ മദീനത്തോട്ട് വന്നോട്ടെ, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഹുദൈബിയയിൽ വെച്ച് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, വി ആർ സോറി, ഞങ്ങൾക്ക് പറ്റില്ല, കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. നബിയെ, എന്നെ ഇവിടെ ഇട്ടുപോയാൽ ഇവരെന്നെ കൊല്ലും നബിയെ. തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം തരട്ടെ, പക്ഷേ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി കൂടെ കൊണ്ടാൻ ഞങ്ങളെ കൊണ്ട് പാടില്ല. കരാറിന്റെ വ്യവസ്ഥക്കെതിരാണത്. സുബ്ഹാന ജല്ല ജലാലു. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മക്കക്കാരോട് ചോദിച്ചു, നിരപരാധികളായ ആളുകളെ നിങ്ങളുടെ കൂടെയുള്ള ബനൂ ബക്കറുകാർ കൊല ചെയ്തല്ലേ, നിങ്ങൾ അവർക്ക് നഷ്ടപരിഹാരം ബ്ലഡ് മണി കൊടുത്തിട്ടുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല. വിൽ യു ബി ഡൂയിങ് ദിസ്? നിങ്ങളത് ചെയ്യൂ, നിങ്ങൾക്ക് ബ്ലഡ് മണി കൊടുക്കുമോ? അവർ പറഞ്ഞു, ഇല്ല, പറ്റില്ല. ഒരാൾക്ക് 100 ഒട്ടകം കൊടുക്കണമെന്ന്. ഒരു ജീവന് വില എത്രയാണ്? 100 ഒട്ടകം. 100 ലാൻഡ് ക്രൂസറൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഇന്നത്തെ അവസ്ഥയിൽ? അന്നത്തെ 4x4 ആണത്. 100 ഒട്ടകമാണ് കൊടുക്കേണ്ടത് ഒരു ജീവന് പകരം. പറ്റില്ല എന്ന് പറഞ്ഞു.